അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിങ്ങളുടെ കുടുംബാംഗമോ അടുത്ത കൂട്ടുകാരനോ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ കൊണ്ടുവരികയും അതിൽ അഭിനന്ദിക്കുകയും ചെയ്യും. ചിലരുമൊത്ത് ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുന്നതിനാൽ ആഘോഷിക്കാനുള്ള സമയമാണ്. അവർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുകയോ എന്തെങ്കിലും സമ്മാനം ലഭിക്കുകയോ ചെയ്താൽ അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ആനന്ദിക്കുക. ഏരിസ് റൊമാൻസ്. ഒറ്റയ്ക്കുള്ളവരെ, ഇന്നാണ് നിങ്ങൾ വിശിഷ്ട വ്യക്തിയാണെന്ന് നിങ്ങളെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ദിനം. കാരണം നിങ്ങളുടെ സ്നേഹിക്കപ്പെടേണ്ട ഗുണഗണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മറ്റുള്ളവരും അത് മനസ്സിലാക്കും. ശരീര മാനസിക സൗന്ദര്യങ്ങൾ ഇന്ന് തിളങ്ങുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ ആ തിളക്കത്തിലേറെ ആകർഷിക്കപ്പെടും. നിങ്ങളെ പ്രദർശിപ്പിക്കുവാൻ പേടിക്കേണ്ടതില്ല. വളരെ ആശ്ചര്യജനകമായ ചില ഫലങ്ങൾ നിങ്ങൾക്ക് കാണുമാറാകും. ഏരിസ് കരിയർ. നിങ്ങളെക്കുറിച്ച് ആരോ ഒരാൾ വളരെ അസൂയയുള്ളയാളാണ്. നന്നായി മുന്നോട്ട് നീങ്ങുക. വിജയം എപ്പോഴും അസൂയയ്ക്ക് വിത്ത് വിതയ്ക്കുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ സംബന്ധമായതും വ്യക്തിപരമായതുമായ കളരികളിൽ നിങ്ങൾക്കുള്ള വിജയം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ അസൂയ ഉണ്ടാക്കുന്നതിനുള്ള ഉത്ഭവസ്ഥാനമാവുന്നു. കാൽ വലിച്ചു നീട്ടി മുന്നോട്ട് നടക്കാൻ പഠിക്കുക. അസൂയാലുക്കളായ ആളുകൾ സാധാരണയായി നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാക്കില്ല. എങ്കിലും അവരുടെ തന്നെ അവർക്ക് ദോഷം സംഭവിക്കും. ഏരിസ് ഫൈനാൻസ്. നിങ്ങളുടെ ഔദ്യോഗിക കൂട്ടുകെട്ടുകൾക്ക് നന്ദി. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇന്ന് മെച്ചപ്പെടും. നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ഗുണമുണ്ടാകും. അതിന് നന്ദി പറയുവാൻ മറക്കരുത്. മറ്റുള്ളവരുടെ ദയാപൂർവമായ സഹകരണമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സ്ഥിതിയിൽ എത്തുകയില്ലായിരുന്നുവെന്ന് ഓർക്കുക. ഏരിസ് ഹെൽത്ത്. ആയാസം മൂലമുള്ള ചെറിയൊരു ദീനം ഇന്ന് നിങ്ങളെ അലട്ടും. അതിനുള്ള പ്രതിവിധി ഉടൻ കാണുക. കാരണം നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ കൂടിയ ആയാസം പിന്നീട് അപകടകരകാരിയാകും. ദുഷിച്ച ചിന്തകളും നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് തടയിടും. ശരിയായി വിശ്രമിക്കുകയും ചില ഒഴിവു സമയ നേരം പോക്കുകളിൽ ഏർപ്പെടുകയും ചെയ്യുക. അത് ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകും. ദുഷിച്ചതും നല്ലതുമായ ആയാസങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കാവുന്ന ഫലങ്ങളെക്കുറിച്ച് ഒരു അവബോധം വരുത്തുവാൻ ശ്രമിക്കുക. ടോറസ് ഓവർവ്യൂ. അടുത്ത ബന്ധുക്കളുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ മോശമാകുകയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതിൽ ഒരംശമെങ്കിലും ഈ ബന്ധങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണം. മനസ്സിൽ നിന്നും വരുന്ന വാക്കുകൾ ശ്രദ്ധയോടെ പ്രയോഗിക്കുകയും സഹായ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. നാവിനെ നിയന്ത്രിച്ച് സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ടോറസ് റൊമാൻസ്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രേമബന്ധങ്ങളിൽ ഈയിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് അങ്ങേയറ്റം മോഹഭംഗം ഉണ്ടാക്കിയിരിക്കും. ഇന്നും വിശേഷാൽ കൂടുതൽ നല്ലതൊന്നും പ്രതീക്ഷിക്കരുത്. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും കരുതരുത്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ട ഗുണഗണങ്ങൾ എന്തെല്ലാം എന്നത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് നിങ്ങൾക്കറിവുണ്ടായാൽ അടുത്ത തവണ പങ്കാളിയെ തേടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യമുണ്ടാകും. ടോറസ് കരിയർ. ഇന്ന് ഓഫീസിൽ നിന്ന് കുറച്ച് വിമർശനങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുക. ഇത് വ്യക്തിപരമായി എടുക്കരുത്. കാരണം ഇത് ഉപകാരപ്രദമാണെന്നത് തന്നെ. തുറന്ന മനസ്സോടെ ഒരുപക്ഷെ നിങ്ങൾക്ക് യോജിപ്പില്ലാത്തതാണ് കേൾക്കുന്നതെങ്കിലും കേൾക്കുക. നിങ്ങളോട് വരുത്തുവാൻ പറയുന്ന മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങളുടെ കൂടെ ഗുണത്തിനാണ്. ടോറസ് ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക രംഗം കൃത്യതയുള്ളതാക്കുവാനും അടുക്കും ചിട്ടയും ഉള്ളതാക്കുവാനുമുള്ള ദിനമാണിന്ന്. നിങ്ങൾ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ അതിലേക്കെടുത്ത് ചാടാവുന്ന ദിനമാണിന്ന്. ഈ രംഗവുമായി ബന്ധപ്പെട്ട് പണം സമ്പാദിക്കുവാനായിട്ടുള്ള സുഹൃത്തുക്കളുടെ സഹായത്താൽ പറ്റിയ സ്കീം ഏതെന്നറിഞ്ഞ് അതിലൊരു കൈ നോക്കുക. തുടക്കത്തിൽ നഷ്ടപ്പെടുത്താവുന്നതിൽ കൂടുതൽ നിക്ഷേപിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വളരാം. നിക്ഷേപ കാര്യത്തിൽ നിങ്ങൾ വളരെ നല്ലവനാണെന്ന് നിങ്ങൾ അറിയും. ടോറസ് ഹെൽത്ത്. ഇന്ന് ശാരീരിക സ്വാസ്ഥ്യമുള്ള ദിനമാണ്. നിങ്ങളുടെ ആരോഗ്യം നല്ലതും സ്ഥിരതയുള്ളതുമാണ്. നിങ്ങളുടെ ആഹാര രീതികൾ മെച്ചപ്പെട്ടു വരികയാണ്. അടുത്തിടെയായി വ്യായാമം ചെയ്തു തുടങ്ങുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനങ്ങളെല്ലാം നിങ്ങളുടെ സ്വാസ്ഥ്യത്തെ ശരിയായ മാർഗത്തിൽ നിലനിർത്തും. ഒരുപക്ഷെ കൂടുതൽ മെച്ചപ്പെടുത്തും. ഈ നല്ല പ്രവൃത്തികൾ നിലനിർത്തുക. ജെമിനി ഓവർവ്യൂ. തീയിൽ നിന്നും വെടിക്കോപ്പുകളിൽ നിന്നും ചില അപകടങ്ങൾക്കുള്ള സാധ്യത ഇന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്നേ ദിനത്തിൽ ഈ വക അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനായി നിങ്ങൾ തീ അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ തുടങ്ങിയ ആയുധങ്ങൾ അകന്നു നിൽക്കുക. ജെമിനി റൊമാൻസ്. നിങ്ങളുടെ സ്വന്തം ജോലിയിൽ തന്നെയുള്ള ഒരു പങ്കാളിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഇന്ന് ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. ഈയിടെയായി നിങ്ങൾ ശരിയായ ഒരു ജോഡിക്കായി വളരെയധികം തിരഞ്ഞു. ഒരേപോലെയുള്ള താല്പര്യങ്ങളും മറ്റും ഉണ്ടായിരുന്നിട്ടും
തെരഞ്ഞെടുപ്പുണ്ടാകുവാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. എന്നാൽ ഇന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിത്വവും വിജയവുമുള്ള ഒരാൾ നിങ്ങളെ കണ്ടെത്തും. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടാക്കും. ഒരാലോചനയുമായി അവരെത്താം. ജെമിനി. കരിയർ. നിങ്ങളുടെ അധികൃതരിൽ ഒരാൾ നിങ്ങളുടെ തൊഴിലിലെ പുരോഗതി വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വളരെ കുറച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പ്രവൃത്തിയിൽ സന്തോഷിക്കുകയും മൊത്തത്തിൽ പ്രശംസിക്കുകയും ചെയ്യും. നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നെന്നും മാനദണ്ഡം നിലനിർത്തുന്നതിനുള്ള വഴികൾ ചിന്തിക്കുന്നെന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ തുടർച്ചയായി ഇത്തരത്തിൽ മുന്നേറുമ്പോൾ നിങ്ങളുടെ വഴിയിൽ ഒരു ഉദ്യോഗ കയറ്റമോ ഒരു പുതിയ പദ്ധതിയോ ഉണ്ടാവാം. ജെമിനി. ഫൈനാൻസ്. നിങ്ങളൊരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇന്ന് പ്രോത്സാഹനങ്ങൾ വഴി ചില ഗുണങ്ങൾ ഉണ്ടാകും. ഈ ഉൽപാദക ലക്ഷ്യങ്ങൾ നേടുവാനായി പ്രയത്നിക്കുവാൻ ഭയക്കേണ്ടതില്ല. കാരണം ഇങ്ങനെയുള്ള ഗുണങ്ങൾ നിങ്ങളുടെ വരുമാനത്തിന് നേട്ടങ്ങൾ നൽകും. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നു, അതിനോടൊപ്പം നിങ്ങളുടെ പ്രതീക്ഷകളും. സാരമില്ല, നിങ്ങൾ ഒരു കഠിനാധ്വാനിയാണ്. നിങ്ങളുടെ പ്രയത്നത്തിന് പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ചോദിക്കുക പോലും ചെയ്യാതെ നിങ്ങൾക്ക് ശമ്പള വർധന നൽകുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ജെമിനി. ഹെൽത്ത്. ചർമ്മത്തിന് മുകളിലുണ്ടാകുന്ന പ്രഭാവം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചർമ്മം എണ്ണമയം ഉള്ളതാണെങ്കിൽ എണ്ണമയം കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അത് ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കും. ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറെ കാണുക. ക്യാൻസർ. ഓവർവ്യൂ. ഇന്ന് ചെറിയ കാര്യത്തിനായി വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അവരുടെ അഭിപ്രായത്തിന് വിപരീതമായ അഭിപ്രായം വരുന്നതും പ്രബലമാകുന്നതും ഇന്നായിരിക്കും. ഇത് മൂത്തവരുടെ നെറ്റി ചുളുങ്ങുന്നതിന് കാരണമാകും. എന്നാൽ എല്ലാ സ്ഥലത്തും സമാധാനത്തോടെ കാത്തിരുന്ന് ചെയ്യുക. ക്യാൻസർ. റൊമാൻസ്. അനുരാഗവുമായൊരു ഏറ്റുമുട്ടൽ ഇന്ന് ജീവിതത്തിൽ കൂടുതൽ എരിവ് നൽകും. നിങ്ങളെ സന്തോഷഭരിതമാക്കുകയും ചെയ്യും. ഒഴിവു സമയ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ സാമീപ്യം ആസ്വദിക്കുമെന്നും കാണുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഉന്മേഷം നൽകുമെന്ന് മാത്രമല്ല, പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും ഈ അവസരം നിങ്ങൾക്ക് സഹായകരമാകും. ക്യാൻസർ. കരിയർ. നിങ്ങൾ ബാലിശമായ രീതിയിൽ ഏതെങ്കിലും ഒരാളുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടേക്കാം. ഇത്തരം ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് നല്ലത്. എന്തെന്നാൽ ഇതിനെക്കുറിച്ച് നന്നായി എന്തെങ്കിലും പറയുമെങ്കിലും പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഈ അവസരത്തിൽ ഏതു തരത്തിലുള്ള ഏറ്റുമുട്ടലും വലിയ ആപത്തും വരുത്തിവെക്കും. നിങ്ങളുടെ മൊത്തത്തിലുള്ള നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ നോക്കുകയും നിങ്ങൾ വേണ്ടവിധം സ്ഥിരീകരിക്കപ്പെട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പോലും നിങ്ങളുടെ വശത്തു നിന്ന് ഇത് കൈവിട്ടു പോകാൻ അനുവദിക്കാതിരിക്കുക. ക്യാൻസർ. ഫൈനാൻസ്. ഔദ്യോഗിക രംഗത്തുള്ള പുതിയ കൂട്ടുകെട്ടുകൾ പുതിയ പല തിളക്കമാർന്ന വ്യാപാരാവസരങ്ങളും കൊണ്ടുവരും. അവയെ കയ്യെത്തി പിടിക്കുന്നതിന് മുമ്പേ അവയുടെ എല്ലാ കോണുകളും പരിശോധിക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കണം. അത് പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനും പുതിയ ആശയങ്ങൾ നൽകുന്നതിനും സഹായിക്കും. നിങ്ങളുടെ തുടർച്ചയായ പ്രയത്നം നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം നേടുന്നതിനും ആഗ്രഹങ്ങൾ നടപ്പാക്കുന്നതിനും സഹായിക്കും. ഭാവിയിലെ വ്യാപാര പദ്ധതികൾക്ക് കൃത്യതയാർന്ന പ്ലാനിംഗ് ഉപദേശിക്കപ്പെടുന്നു. ക്യാൻസർ. ഹെൽത്ത്. മാനസികമായും ഇന്ന് നിങ്ങൾക്ക് നല്ല സ്വാസ്ഥ്യം തോന്നുന്നു. പ്രത്യേക തടസ്സങ്ങൾ ഒന്നും കാണുന്നില്ല. നിങ്ങളുടെ ആശ്വാസത്തിനായി ഈയിടെയായി നിങ്ങൾ അനുഭവിച്ചിരുന്ന വേദനകളും മറ്റും ഇന്ന് തലപൊക്കില്ല. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ സ്വാസ്ഥ്യം നല്ലതാണെന്ന് മനസ്സിലാകും. നിങ്ങളുടെ ഈ നല്ല ആരോഗ്യം നിലനിർത്തുക. ലിയോ. ഓവർവ്യൂ. അടുത്ത ബന്ധുക്കളുമായി യാത്ര പോകാൻ ഇന്നാണ് ഏറ്റവും നല്ല ദിവസം. നിങ്ങളെ ബന്ധം വഴി സ്വാധീനിക്കാവുന്ന കുടുംബങ്ങൾക്ക് ചേർന്ന നല്ല ദിവസമാണിത്. ഇതുപോലെ സ്നേഹം പങ്കുവയ്ക്കാൻ ഉതകുന്ന ദിവസങ്ങൾ ഭാവിയിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഈ നിമിഷങ്ങൾ ആസ്വദിക്കുക. ലിയോ. റൊമാൻസ്. ഇന്ന് നിങ്ങൾ സ്നേഹസമ്പന്നതയോടെ ഉള്ളതായും അനുരാഗം നിറഞ്ഞതായും കാണും. നിങ്ങളുടെ ബന്ധത്തിന് ശാന്തതയുടെ ഗുണമുണ്ടായിരിക്കും. ഇന്ന് നിങ്ങളുടെ പങ്കാളിയുടെ ചെവിയിൽ മധുരമുള്ള 4-5 വാക്കുകൾ ഓതുവാനാവും. തിരിച്ചും ലഭിക്കുന്ന മധുരമൂറ്റുവാനായും ഉപയോഗിക്കുക. നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പരാമർശിക്കുകയും നിങ്ങൾ എത്ര ദൂരം എത്തിയെന്ന് ആലോചിക്കുകയും ചെയ്യുക. ലിയോ. കരിയർ. നിങ്ങൾ ഷെയർ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അല്ല, നിങ്ങൾ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിവസമായിരിക്കും. നിങ്ങൾ ചെയ്തിരിക്കുന്ന നിക്ഷേപങ്ങൾ ബുദ്ധിപൂർവമാണ്, എടുത്തിരിക്കുന്ന റിസ്കുകളും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഉപഭോക്താക്കളും ശ്രദ്ധിക്കുന്നു. നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ സംശയിക്കുകയേ വേണ്ട. എന്നിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതിയെ ഒന്നുകൂടി വിശകലനം ചെയ്യുക. ലിയോ. ഫൈനാൻസ്.
സാമ്പത്തികമായി ഇന്ന് ബുദ്ധിമുട്ടുകളുടെ ദിനങ്ങളായിരുന്നു. എന്നാലും നിങ്ങൾ മുങ്ങിപ്പോകാതിരിക്കുവാൻ സൂക്ഷിച്ചിട്ടുണ്ട്. വില കൂടിയ വസ്തുക്കൾ വാങ്ങാമെന്നും അതേസമയം പണം മിച്ചം പിടിക്കണമെന്നും തികച്ചും വൈരുദ്ധ്യമാർന്ന ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ. അതേസമയം ഉയരുന്ന നിങ്ങളുടെ ചിലവുകളെ എങ്ങനെ നേരിടണമെന്ന ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക. അങ്ങനെയെങ്കിൽ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനാകും. ലിയോ. ഹെൽത്ത്. ഒരു വഴക്ക് ഇന്ന് മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തേണ്ടത് ശാരീരിക ആസ്വാസ്ഥ്യത്തിന് ആവശ്യമാണ്. അമിത മാനസിക പിരിമുറുക്കവും വ്യതയും നിങ്ങളുടെ സ്വാസ്ഥ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഈ പ്രതികൂലതയ്ക്കെതിരെയുള്ള മാർഗങ്ങൾ തിരയേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങൾക്കും മാനസിക പിരിമുറുക്കത്തിനും നിങ്ങളുടെ ശാരീരിക സ്വാസ്ഥ്യവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ശാരീരിക അസ്വാസ്ഥ്യം തോന്നുവാനായി ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി നിർത്തേണ്ടതുണ്ട്. വെർഗോ. ഓവർവ്യൂ. ഈ അടുത്ത കാലത്താണ് നിങ്ങൾ ദാമ്പത്യബന്ധം വേർപെടുത്തിയെങ്കിൽ, ഒറ്റയ്ക്കായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇനിയും ഒരു ബന്ധത്തിലേക്ക് എടുത്തു ചാടരുത്. ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകാം. എന്നാലും കുറച്ചു സമയമെടുത്ത് ഈ മുറിവ് ഉണക്കുവാൻ ശ്രമിക്കുക. വെർഗോ. റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള സങ്കോചം ഇന്ന് നിങ്ങൾക്ക് ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തും. കാരണം നിങ്ങളുടെ പങ്കാളിയാകുവാൻ സാധ്യതയുണ്ടായിരുന്ന വ്യക്തിയെ നിങ്ങൾ ഇന്ന് കണ്ടുമുട്ടും. നിങ്ങൾ നിങ്ങളുടെ നാണം കൈവിടരുതും. മനസ്സ് തുറക്കുവാനുള്ള ധൈര്യം കൈവരിക്കുന്നതും നന്നായിരിക്കും. ഈ അവസരം കൈമുതലാക്കി നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. വെർഗോ. കരിയർ. നിങ്ങളുടെ ജോലിയുടെ ഗതി തുടർന്നു പോകാൻ നിങ്ങൾ ഇന്ന് അതിനു തക്ക വേഗത്തിൽ പ്രവർത്തിക്കണം. നിങ്ങളുടെ വ്യവസായ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയും അതിനാൽ അത് നിലനിർത്തുന്നതിന് നിങ്ങളുടെ പരമാവധി ചെയ്യുക. അതിനാൽ നിങ്ങൾ പരവശനാകാതിരിക്കുക. നിങ്ങളുടെ മേഖലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വേണ്ടത് ചെയ്യാൻ നിങ്ങൾ കൂടുതലായി ഏതാനും മണിക്കൂറുകൾ കൂടി പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. ഈ കാര്യത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തിന് വേണ്ട പ്രതിഫലം നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും. വെർഗോ. ഫൈനാൻസ്. പൂർത്തിയാകാതിരുന്ന ചില വ്യാപാര ഇടപാടുകൾ ഇന്ന് പൂർത്തിയാകും. അതിനോടൊപ്പം പുതിയ ചിലതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യും. നിങ്ങളുടെ വ്യാപാര ലക്ഷ്യത്തിനോടടുക്കുവാൻ വേണ്ടത് ചെയ്യുവാൻ പറ്റിയ ദിനമാണിന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ഔദ്യോഗിക ബന്ധങ്ങൾ വിപുലപ്പെടുത്തുവാനും. വെർഗോ. ഹെൽത്ത്. തീയിൽ നിന്നും വെടിക്കോപ്പുകളിൽ നിന്നും ചില അപകടങ്ങൾക്കുള്ള സാധ്യത ഇന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനത്തിൽ ഈ വക അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനായി നിങ്ങൾ തീ അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ തുടങ്ങിയ ആയുധങ്ങൾ എന്നിവയിൽ നിന്നും അകന്നു നിൽക്കുക. ഇതുകൂടാതെ ചൂടുള്ള വസ്തുക്കളുമായി ഇടപഴകുമ്പോഴും വളരെയേറെ ശ്രദ്ധിക്കുക. ഈ വസ്തുക്കളെല്ലാം ഇന്ന് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ ഗുരുതരമായ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനത്തിൽ ശരിയായ മുൻകരുതലുകൾ എടുക്കുക. ലിബ്ര. ഓവർവ്യൂ. നിങ്ങൾ ദിവസം മുഴുവൻ ഭയത്തോടും അചഞ്ചലതയോടും ആയിരിക്കും. എന്തൊക്കെ കാരണങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് എന്ന് നിങ്ങളുടെ വികാരത്തെയും അതിനോടധികം പ്രതികരിക്കാതെ നിരീക്ഷിക്കുക. പ്രശ്നങ്ങൾ വരും പോകും. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സ്വയം വളരുക. ലിബ്ര. റൊമാൻസ്. ഇന്ന് വികാരത്തള്ളു നിറഞ്ഞ ദിനമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വികാരങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് തുറന്നു പറയുവാൻ മടിക്കുകയില്ല. പങ്കാളികൾ വളരെയധികം പരസ്പര പൂരകങ്ങളാകും. അവരുടെ ഈ മനപ്പൊരുത്തം അവരുടെ ബന്ധത്തിൽ ഒരു വലിയ അനുഭവമായിരിക്കും. ലിബ്ര. കരിയർ. ഔദ്യോഗിക രംഗത്തിന് ചില ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ ഇത്രയും കുറഞ്ഞ കാലയളവിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ നിങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലമാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ഭാവി രൂപപ്പെടുത്തുവാനും അവസരമൊരുക്കും. ലിബ്ര. ഫൈനാൻസ്. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് മതിച്ചുകൊണ്ടിരുന്ന ആ ധർമ്മസ്ഥാപനത്തിന് ദാനം ചെയ്യുവാൻ പറ്റിയ ദിനമാണിന്ന്. ഈ സംഭാവന നിങ്ങൾക്ക് താങ്ങാനാകുന്നത് തന്നെ. മാത്രമല്ല അത് സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യും. ഇന്ന് ചെയ്യുന്ന ഈ സത്യപ്രവൃത്തി ഭാവിയിൽ നിങ്ങൾക്ക് അവിചാരിതമായ ഗുണങ്ങൾ വരുത്തും. ലിബ്ര. ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് ധ്യാനം എങ്ങനെ ചെയ്യുന്നുവെന്ന് പഠിക്കണമെന്ന ആഗ്രഹമുയരും. അല്ലെങ്കിൽ മനസ്സിനെ ശാന്തമാക്കുന്ന ദീർഘശ്വാസം വലിച്ചുകൊണ്ടുള്ള ചില ലളിത വ്യായാമങ്ങൾ. ഈയിടെയായി കുറച്ച് വിമ്മിഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ ഇത് നല്ലതാണ്. ശ്വാസോച്ഛ്വാസ സംബന്ധമായ എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഇന്ന് സമയം കണ്ടെത്തുക. അത് നിങ്ങളുടെ മൂഡ് നന്നാക്കുക മാത്രമല്ല ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കും. സ്കോർപിയോ. ഓവർവ്യൂ. നിങ്ങൾക്ക് കുറച്ച് അറിവ് ലഭിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളെ കാണാൻ വരുന്ന ആരിൽ നിന്നോ നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ നിന്നോ ആണ്. ഇത് നിങ്ങളുടെ വ്യക്തിപരവും ഔദ്യോഗികപരവുമായ മേഖലയിൽ പ്രയോജനകരമായിരിക്കും.
നിർദ്ദേശങ്ങൾക്ക് തിരിയുന്നവർക്ക് നിങ്ങളും ഒരു നല്ല നിർദ്ദേശകനായി നിർദ്ദേശം പകർന്നു കൊടുക്കണം. Scorpio, റൊമാൻസ്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ, പ്രണയത്തിലാണെങ്കിൽ പങ്കാളിയുമായി ചില ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇതൊരു പക്ഷേ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം. എന്നാൽ നിങ്ങൾ തമ്മിലുള്ള ആ സ്വരച്ചേർച്ചയുടെ ഒഴുക്കിന് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എളുപ്പം തന്നെ ശാന്തിയും സമാധാനവും തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാനാകും. Scorpio, കരിയർ. ഇന്ന് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ചില തകർപ്പൻ മുന്നേറ്റങ്ങൾ നടത്താൻ നിങ്ങൾക്കാവുന്നതായി കാണാം. വളരെ സമയമായി പൂർത്തിയാകാതിരിക്കുന്ന പദ്ധതികളിലായിരിക്കും ഇത് പ്രത്യേകിച്ച് പ്രാവർത്തികമാവുക. പദ്ധതിയിൽ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ ഇടപെടുകയായിരിക്കാം. ഇത് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതിന് നിങ്ങളെ സഹായിക്കും. ഇന്ന് നിങ്ങളുടെ ജോലിയിൽ കഴിവുള്ളിടത്തോളം മുന്നോട്ടു പോകുന്നതിന് പുറത്തുനിന്നുള്ള ഈ സാധ്യത ഉപയോഗിക്കുക. Scorpio, ഫൈനാൻസ്. നിങ്ങൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ഒരു പക്ഷേ ഒരു വിദേശ യാത്രയ്ക്കുള്ള നിർദ്ദേശം വന്നേക്കാം. നിർഭാഗ്യവശാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ യാത്ര ഗുണകരമാകില്ലെന്ന് മനസ്സിലാക്കുക. ഈ യാത്രയിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ചില പ്രസ്താവങ്ങൾ ഒരു ഘട്ടത്തിൽ നടപ്പാകാതെ പോകും. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിലെ പ്രവൃത്തികളിൽ അമിത പ്രതീക്ഷയരുത്. Scorpio, ഹെൽത്ത്. ദഹന സംബന്ധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. ലളിതമായ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ശാരീരികമായ പ്രവൃത്തികളിൽ നിങ്ങൾ മിക്കവരും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കാരണം അമിത ഭക്ഷണം അമിത ശരീരഭാരത്തിലേക്കും ദഹനക്കേടിലേക്കും നയിക്കുമെന്നതിലാണത്. അപകടങ്ങൾ ഒഴിവാക്കുവാനായി ഇന്ന് നിങ്ങൾ കഴിക്കുന്നതിനെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരിക്കുക. Sagittarius, ഓവർവ്യൂ. ഇത് ഒരു പ്രത്യേക സുഖം തരുമെങ്കിലും കൂടുതൽ അധികാരവും ഉത്തരവാദിത്വവും കൂട്ടുമെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കുക. അധികാരവും അകംഭാവവും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തത് ദുർവിനിയോഗം ചെയ്യാതിരിക്കുകയും ശ്രദ്ധിക്കുക. Sagittarius, റൊമാൻസ്. നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ പങ്കാളിയിൽ നിന്നും ഇന്ന് ഒരു സമ്മാനം ലഭിക്കുമെന്ന് കാണുന്നു. ഈ സമ്മാനം നിറഞ്ഞ ഹൃദയത്തോടെയും നല്ല ഉദ്ദേശത്തോടെയും തന്നതാകയാൽ അവർക്ക് നന്ദി പറയുക. ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിക്കത് നിധി കിട്ടിയതുപോലെ ആയിരിക്കും. Sagittarius, കരിയർ. എന്തും നേടുമെന്ന ഇന്നത്തെ മനോഭാവം മൂലം ഇന്ന് നിങ്ങൾ കണക്കുകൂട്ടിയിട്ടുള്ള റിസ്ക് എടുക്കുവാനും ചെറിയ തടസ്സങ്ങളെ നിഷ്പ്രയാസം കടന്നു കയറുവാനും നിങ്ങളെ പ്രാപ്തമാക്കും. തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നേരിടും. ചെറിയ പരാജയങ്ങൾ പോലും നിങ്ങൾ പഠനാനുഭവങ്ങളാക്കി മാറ്റും. നേരിടുവാനാകാത്ത തടസ്സങ്ങളാണ് തോന്നുന്നതെങ്കിൽ പുതിയ രീതികൾ പരീക്ഷിക്കും. Sagittarius, ഫൈനാൻസ്. ഇന്ന് കൂട്ടുകെട്ടുകൾ വളരെ ഫലവത്താണെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യാപാരത്തിന് ഒരു കൂട്ടുകെട്ടിനായി ശ്രമിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് അതുമായി മുന്നോട്ടു പോകുക. ഒരു ഹ്രസ്വകാല കൂട്ടുകെട്ടിനാണ് അവസരമൊരുങ്ങുന്നതെങ്കിൽ അതുമായും മുന്നോട്ടു പോകാം. നിങ്ങൾ ഇരുവരും ഒന്നിച്ചു നിന്നാൽ അത് നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ ഫലവത്താണെന്ന് കാണാം. Sagittarius, ഹെൽത്ത്. ഇന്ന് നിങ്ങൾ തലവേദനയാലും ക്ഷീണത്താലും നിങ്ങൾ അവശനാകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രയത്നങ്ങളാൽ ലഘൂകരിക്കുവാനുമാകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ അധികം കാര്യമാക്കിയെടുക്കണ്ട. അമിത ആയാസം വേണ്ട. ആയാസം ആവുന്നതും കുറയ്ക്കുവാനായി യോഗാഭ്യാസം ചെയ്യുക. പുറത്തിറങ്ങി നടന്നോ ഏതെങ്കിലും ഒരു കോണിൽ കുറച്ചുനേരം ഒറ്റയ്ക്കിരുന്നോ തലവേദന കുറയ്ക്കുവാൻ ശ്രമിക്കുക. Capricorn, ഓവർവ്യൂ. ഇന്നത്തെ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ ഉന്നതിയിലാണ്. നിങ്ങളുടെ ഉൽപാദന പരിധിക്ക് നിങ്ങൾക്ക് പ്രശംസകൾ നവീകരിക്കേണ്ടി വരും. നിങ്ങളുടെ ഈ ഉൽപാദനപരതയും നല്ല ഊർജത്തിന്റെ വ്യാപാരവും കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെ തുടരുന്നതിന് സഹായിക്കും. ഇന്ന് നിങ്ങൾ തീർച്ചയായും ചില തടസ്സങ്ങളെ തരണം ചെയ്യും. Capricorn, റൊമാൻസ്. പങ്കാളിയുമൊത്തുള്ള അനുരാഗ ജീവിതത്തിൽ വിശ്വാസവും പരസ്പര ധാരണയും വളർത്തുവാൻ ഇന്നത്തെ ദിനം ഉപയോഗിക്കുക. വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകെട്ടിന് ദോഷമായി ഭവിക്കും. ഇപ്പോൾ നിങ്ങൾ പോകുന്ന പാതയും അതാണ്. ഇന്ന് കുറച്ചു സമയം കണ്ടെത്തി പങ്കാളിയോട് മനസ്സിൽ തോന്നുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുവാനും ഈയിടെയായി കെട്ടിക്കൂടിയ കാർമേഘങ്ങൾ ഒന്ന് പെയ്തു തീർക്കുവാനുള്ള അവസരമൊരുക്കുക. ഹൃദയങ്ങൾ കൈമാറുന്ന ഈ സമയത്തിനു ശേഷം നിങ്ങളുടെ ബന്ധം വീണ്ടും ഉറച്ച പ്രതലത്തിൽ നിന്ന് തുടങ്ങുന്നതായി കാണാം. Capricorn, കരിയർ. നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളുമായി പരിചയപ്പെടുന്നതിനായി ഇന്ന് ചുറ്റിലുമുള്ള സെമിനാറുകൾ അല്ലെങ്കിൽ പ്രദർശനങ്ങൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുക. ഈ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് കാർഡ് കയ്യിൽ വെക്കേണ്ടതും അതുവഴി നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ വിപുലപ്പെടുത്തേണ്ടതും ആവശ്യവും ഉപകാരപ്രദവുമാണ്. പുതിയ വ്യക്തികളുമായി ബന്ധം നേടുവാനും ശ്രമിക്കുക. Capricorn, ഫൈനാൻസ്. നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ ഇന്ന് എവിടെ വെക്കുന്നുവെന്നതിനെക്കുറിച്ച് ബോധമുണ്ടാകണം.
കാരണം ഇന്ന് നിങ്ങൾക്ക് അതിൽ ചിലത് നഷ്ടപ്പെടുമെന്ന് കാണുന്നു. ഇന്ന് നിങ്ങൾക്ക് അശ്രദ്ധ കുറച്ച് കൂടുതലായിരിക്കും. അതുമൂലം നിങ്ങളുടെ വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ കൈമോശം വന്നേക്കാം. അല്ലെങ്കിൽ കള്ളന്മാർക്ക് കയ്യെത്താവുന്നിടത്തെ അവ നിങ്ങൾ വയ്ക്കും. അപകടങ്ങൾ ഒഴിവാക്കുവാനായി എവിടെ വെക്കുന്നുവെന്ന ബോധമുണ്ടാകുക. ഇന്ന് എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്നോർക്കുക. Capricorn. ഹെൽത്ത്. ഇന്ന് ചുമയും ജലദോഷവും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വക ചെറിയ അസുഖങ്ങൾക്കുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. തൊണ്ടയിൽ കിരികിരിപ്പ് മൂലം ഇന്ന് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകാം. നന്നായി മൂടിപ്പുതച്ച് തണുപ്പിനെ അകറ്റുക. തണുത്ത പാനീയങ്ങൾ ഒഴിവാക്കുക. ഇന്ന് കാണുന്ന അസ്വസ്ഥതകൾ ഗൗരവമുള്ളവയല്ല, എന്നാൽ ശ്രദ്ധ കൊടുക്കേണ്ടവയുമാണ്. Aquarius. ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളെ കാണാൻ വരുന്ന ആരിൽ നിന്നോ നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ നിന്നോ ആണ്. ഇത് നിങ്ങളുടെ വ്യക്തിപരമായും ഔദ്യോഗികപരവുമായ മേഖലയിൽ പ്രയോജനകരമായിരിക്കും. നിർദ്ദേശങ്ങളൊക്കെ തിരിയുന്നവർക്ക് നിങ്ങളും ഒരു നല്ല നിർദ്ദേശകനായി നിർദ്ദേശം പകർന്നു കൊടുക്കണം. Aquarius. റൊമാൻസ്. നിങ്ങളുടെ ബന്ധം പുതുപുത്തനും ആവേശകരമായിരുന്നപ്പോഴുള്ള കാലത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമൊത്ത് അയവിറക്കും. നിങ്ങളുടെ ബന്ധം ഇപ്പോഴും അതുപോലെ തന്നെ ആസ്വാദ്യകരമാണ്. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ ആ പഴയ കാലത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കുന്നു. ആ ഓർമ്മകൾ കൂടുതൽ അയവിറയ്ക്കുന്നു. ദീർഘകാല ബന്ധത്തിന്റെ വിലയെന്തെന്നുകൂടി ഇന്ന് ഓർക്കുന്നത് നല്ലതാണ്. Aquarius. കരിയർ. ഈയിടെയായി നിങ്ങളൊരു തൊഴിലില്ലാത്ത വ്യക്തിയായിരുന്നുവെങ്കിൽ ഒരു പ്രധാന ജോലി സാധ്യത ഇന്ന് നിങ്ങളെ തേടിയെത്തും. വിശ്വാസമുണ്ടാകുക. കണ്ണും കാതും തുറന്നുവെച്ച് ജോലി വരുന്ന വഴിക്ക് കണ്ണും നട്ടിരിക്കുക. അത് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരേക്കും പ്രതീക്ഷിക്കാതിരുന്നിടത്തു നിന്നും കയറി വരാം. അതല്ല വരുന്നത് ഒരു പുതിയ വ്യാപാരാവസരമാണെങ്കിൽ അതിലേക്കും ചാടി വീഴുക. Aquarius. ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ ഒരു നല്ല കാര്യത്തിനായി സംഭാവന നൽകും. മടിക്കേണ്ട, അത് നിങ്ങൾക്ക് സന്തോഷം നൽകും. നിങ്ങളുടെ ബാങ്ക് ബാലൻസിനായി കാര്യമായി ബാധിക്കുകയുമില്ല. ശരിയാണ്, ഈയിടെയായി ചിലവൽപ്പം കൂടുതലാണ്. എങ്കിലും ആവശ്യക്കാർക്ക് സഹായം ചെയ്യുവാൻ പറ്റിയ സമയമാണിത്. Aquarius. ഹെൽത്ത്. ആരോഗ്യ സംബന്ധിയായ വിഷയത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു നല്ല ദിനമല്ല. പനിക്കും ശരീരവേദനയ്ക്കും സാധ്യത കാണുന്നു. മൂടിപ്പുതയ്ക്കുക. ആവശ്യത്തിന് മുൻകരുതലുകൾ എടുക്കുക. കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ അവഗണിക്കാതെ ഒരു ഡോക്ടറെ കാണുക. Pisces. ഓവർവ്യൂ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി താങ്കൾ ഇന്ന് ജീവിക്കുന്നു. താങ്കളുടെ സമയം സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമിടയിൽ ചിലവിടുക. കാരണം ഇവ രണ്ടും താങ്കളെ സന്തോഷവാനാക്കുന്നു. ഈ ദിനങ്ങളിൽ ബന്ധങ്ങൾ സുഗമമായി പോവുകയും താങ്കളുടെ പങ്കാളിയുമായുള്ള മുമ്പ് ഏൽപ്പിച്ച ചുമതല അദ്ദേഹത്തെ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. Pisces. റൊമാൻസ്. ഓഫീസിൽ ആരെങ്കിലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് പെട്ടാൽ അതിൽ കയറി പിടിക്കരുത്. തുടക്കത്തിൽ അത് നിഷ്കളങ്കമെന്ന് തോന്നും. എന്നാൽ നിങ്ങൾ ലക്കും ലഗാനുമില്ലാതെ ഈ ബന്ധത്തിൽ ചെന്നുപെടുന്നത് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെ ബാധിച്ചേക്കാം. ഒന്നോർക്കുക, നിങ്ങളുടെ അടുത്തിരുന്ന് കണ്ണിറുക്കി കാണിക്കുന്ന ഈ വ്യക്തിയേക്കാൾ കൂടുതലായി നിങ്ങൾക്ക് ഈ ജോലിയാണ് ആവശ്യം. Pisces. കരിയർ. നിങ്ങൾ ഇന്ന് വിവിധ പദ്ധതികൾക്ക് വേണ്ടി കുറച്ച് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജാലവിദ്യ കാട്ടിയിരിക്കണം. നിങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള തളർച്ചയുണ്ടെങ്കിൽ ഇതിനായുള്ള പന്തുകളെല്ലാം വായുവിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഈ അധിക സമയമുള്ള ജോലി നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ് എന്നതിനൊപ്പം ഈ സമയം നിങ്ങളാൽ ഉണ്ടാക്കിയ ലാഭം ഈ സമയം വർദ്ധിച്ചത് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കും. Pisces. ഫൈനാൻസ്. നിങ്ങൾ സഞ്ചാരവുമായി ബന്ധപ്പെട്ട വ്യവസായത്തിലാണെങ്കിൽ ഇന്നത്തെ ദിനം നിങ്ങൾക്ക് വളരെ തിളക്കമുള്ളതായിരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന അവസരങ്ങൾക്കായി കണ്ണുകൾ തുറന്നു വെക്കുക. കാരണം അവിചാരിത നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. വരുന്ന അവസരങ്ങളെല്ലാം ശരിയാംവിധം ഉപയോഗപ്പെടുത്തുക. Pisces. ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് നല്ല ആരോഗ്യസ്ഥിതി വേണമെന്നുണ്ടെങ്കിൽ ചില മുൻകരുതലുകൾ വേണം. വിവാദങ്ങളിൽ ഒന്നും തലയിടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ അത് മാനസിക പിരിമുറുക്കത്തിന് കാരണമായേക്കും. നിങ്ങളുടെ മൂഡ് നശിപ്പിക്കാതിരിക്കുന്നത് നിങ്ങളുടെ തന്നെ ഗുണത്തിനായിരിക്കും. ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മാത്രം കഴിക്കാതിരിക്കുക. ഭക്ഷണം ആരോഗ്യകരവും കഴിച്ചാൽ അപകടമില്ലാത്തതാണെന്നും ഉറപ്പുവരുത്തുക.